നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിയും അപ്പമൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഈ പലഹാരത്തിൻ്റെ പുറമേയുള്ള ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി. എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ സ്നാക്കിന്. ജീരകം കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വീതം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബോണ്ടയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെയുള്ള ആ ഒരു പാകത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയെടുത്ത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൈ വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് വേണം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാനായിട്ട്. പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കയ്യിലിത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിലേക്ക് പൊട്ടറ്റോ ഒക്കെ ചേർത്തുകൊണ്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു വശമായി കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഭാഗം വേകാതെ പുറമേയുള്ള ഭാഗം മാത്രം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരം 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു വശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഇത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.